ഈ മൾട്ടിവേഴ്സ് ഓഫ് മന്മഥന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മലയാളത്തിൽ വരുന്ന വേറൊരു അങ്ങനത്തെ ഫിലിമിന്റെ കാര്യം പ്ലൂട്ടോ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് അനൗൺസ്മെന്റ് വന്നത് നീരജ് അഭിനയിക്കുന്ന സിനിമ. നീരജിന്റെ ഒപ്പം അൽത്താഫ് ഒരു ഏലിയൻ ആയിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അതിന്റെ ഒരു അനൗൺസ്മെന്റ് ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പൊ ഓർക്കിഡ് ഫിലിംസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയിലെ ഷമൽ ചാക്കോ എന്ന് പറഞ്ഞ ആളാണ് സിനിമ ഡയറക്ടർ. നിയാസ് മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ് റൈറ്റർ. അപ്പൊ ആ സിനിമയുടെ അനൗൺസ്മെന്റ് ടീച്ചർ ഭയങ്കര രസകരമായിരുന്നു. ഒരു കോമിക് ഫുൾ ആയിട്ടുള്ള കുറെ നമുക്ക് രസിക്കാനുള്ള ഒരു എന്റർടൈനർ വരുന്നുണ്ട്. നവംബറിലാണ് സിനിമ വരുന്നതെന്ന് പറഞ്ഞിട്ട്. അതാണ് നെക്സ്റ്റ് മലയാളത്തിൽ വേറൊരു അപ്ഡേറ്റ്. ഇനിയിപ്പോ നമുക്ക് അതർ ലാംഗ്വേജ് നോക്കിയാലോ? അതർ ലാംഗ്വേജ് നോക്കിയാൽ നമ്മുടെ ജയിലറിന്റെ ഷൂട്ടിനെ പറ്റി എന്താ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്? ജയിലറിന്റെ ഷൂട്ട് ഇപ്പൊ അട്ടപ്പാടിയിൽ ഷൂട്ട് പോയിരിക്കുകയാണ്. ആരൊക്കെ അതില് ജോയിൻ ചെയ്തിട്ടുള്ളത്? നമ്മുടെ രമ്യ കൃഷ്ണനും അതുപോലെ തന്നെ മിർന മേനൻ, അത് ഡോക്ടറിലോട്ട് അഭിനയിച്ചവര്, അതുപോലെ തന്നെ രജനീകാന്തും. അതെ അതെ. അപ്പൊ രജനീകാന്തും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അട്ടപ്പാടിയിലെ ഷൂട്ട് നടക്കുന്നത് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് പാർട്ടാണ്. അവര് പക്ഷെ ഷിഫ്റ്റ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടാവും തോന്നുന്നു. അല്ല, ഇപ്പൊ നമ്മളിപ്പോ അടുത്ത് വന്ന എല്ലാ ഇന്റർവ്യൂസിനും ശിവരാജ്കുമാർ സിനിമയിലുണ്ട്, ശിവരാജ്കുമാർ കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട്, എന്തായാലും സിനിമയിലുണ്ട്. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആ ഇന്റർവ്യൂ. അത് ആ അപ്രിസിയേഷൻ. ഞാനൊരു സിഗരറ്റ് വലിച്ച് ഒരു ടിഷ്യൂ പേപ്പർ നീക്കിച്ചുള്ളൂ. എന്താണ് മദർ പ്രോമിസ് ആയിട്ട് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അനിരുദ്ധിന്റെ BGM, നെൽസന്റെ മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി ഒക്കെ ആ സ്ക്രീൻ വേറെ ലെവലിലേക്ക് എത്തിച്ചു ആ സീൻ. അതെ. അപ്പൊ അതാണ് തമിഴിന്ന് ഇപ്പൊ എന്നുള്ളൊരു വളരെ ഹോട്ടായിട്ടുള്ളൊരു വാർത്ത. തമിഴിന്ന് വേറൊരു ഹോട്ടായിട്ട് അപ്ഡേറ്റ് മെയ് 1 വരാനുണ്ട്. അതെ അതെ. അജിത്തിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് അടുത്ത സിനിമ ആദ്യം തന്നെ ചെയ്യണം എന്നാണ് കേൾക്കണത്. അത് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് മെയ് 1 സിനിമ. അപ്പൊ അടുത്ത സിനിമയെ പറ്റിയുള്ള അനൗൺസ്മെന്റ് അന്ന് വരുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ആദിക്ക് രവിചന്ദ്രൻ ഡയറക്ട് ചെയ്തപ്പോ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ തമിഴ്നാട്ടിൽ വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഒരു ഫാൻ ബോയ് കണക്കിന് സിനിമ എടുത്തത് കാരണം കൊണ്ട് ആരാധകർക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടം ചെയ്യുന്നു. മിക്കവാറും അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്യാനുള്ള സാധ്യത സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്മീഡിയറ്റ് കമ്മിറ്റ്മെന്റ് വേറെ ഇല്ല അദ്ദേഹത്തിന്. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ പിന്നെ അജിത്തിന്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോ മുമ്പ് ഒരു ഡയറക്ടറെ വെച്ച് തന്നെ 2 സിനിമ 3 സിനിമ അഭിനയിക്കാറുണ്ട് അദ്ദേഹം. മാത്രമല്ല ഇപ്പൊ ആദ്യത്തെ സംബന്ധിച്ചിടത്തോളം സമയമുണ്ട്. കാരണം ഒക്ടോബർ വരെ അനൗൺസ്മെന്റ് കൊടുത്തു എന്ന് കരുതിയിട്ട് ഉടനടി ഒക്ടോബറിൽ റേസ് കംപ്ലീറ്റ് ആയിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഷൂട്ടിൽ ജോയിൻ ചെയ്യുള്ളൂ. അപ്പൊ അതുവരെ സമയമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് മെയ് 1 ഒരു അനൗൺസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ കുബേര ഫിലിം ഏപ്രിൽ റിലീസാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പ്രോപ്പർ ആയിട്ടൊരു ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജൂൺ 20 സിനിമ റിലീസ്. ആ സിനിമയുടെ കാര്യത്തില് പ്രോപ്പർ ആയിട്ട് റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഏത് ഭാഗത്താണ് അത് വരുന്നത്? അതൊരു തമിഴ് തെലുങ്ക് ഒരുമിച്ച് റിലീസാവുന്ന സിനിമയാണ്. അതായത് തെലുങ്കിലെ ഫേമസ് ഡയറക്ടർ ശേഖർ കാമുള്ളയാണ് ഡയറക്ടർ. ശേഖർ കാമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പി ഡേയ്സ് ഒക്കെ മലയാളത്തിലും തെലുങ്കിലൊക്കെ ഒരേപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ശേഖർ കാമുള്ള ഡയറക്ട് ചെയ്യുന്ന പടമാണ്. സിനിമയില് നാഗാർജുന, രശ്മിക ഒക്കെ അഭിനയിക്കുന്നുണ്ട് ആ സിനിമയിൽ. അപ്പൊ ആ സിനിമയുടെ ധനുഷിന്റെ ഒരു ബെഗർ ലുക്കിലാണ് ഫസ്റ്റ് നമ്മൾ വന്നത്. സിനിമയുടെ പേര് കുബേര. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺട്രഡിക്ഷൻ തന്നെയാണ് ആ സിനിമയുടെ ഒരു ഇത്. അപ്പോ പിന്നെ രശ്മികയുടെ ഒരു ക്യാരക്ടർ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. നാഗാർജുനന്റെ ഒരു പോസ്റ്റർ വന്നിരുന്നു. അപ്പൊ ആ സിനിമ എന്താണ് ഇതെന്നുള്ളത് അതിന്റെ കുറച്ചും കൂടി ഡെവലപ്മെന്റ് ഒരു ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ 20 സിനിമയുടെ ഒരു ഫസ്റ്റ് സിംഗിൾ ഇറങ്ങുന്നുണ്ട്. അതിന്ന് നമുക്ക് സിനിമ ഒരു പാൻ ഇന്ത്യൻ പടം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം 5 ലാംഗ്വേജിൽ സോങ് റിലീസ് ആവുന്നുണ്ട്. അല്ല, അതിപ്പോ 5 ലാംഗ്വേജിൽ സിനിമ ഉണ്ട്. സിനിമ എന്തായാലും ഇപ്പൊ 2 ലാംഗ്വേജ് തമ്മിൽ സ്റ്റാർസ് ഒക്കെ അഭിനയിക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വിചാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ രാജാസാബ് ഫിലിം ഉണ്ടല്ലോ, പ്രഭാസിന്റെ സിനിമ, നമുക്ക് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട് ഏത് മാസം സിനിമ റിലീസ് ആവുന്നത്. ഇപ്പൊ ഒരു പ്ലാൻ ചെയ്യുന്നത് സെപ്റ്റംബറിലേക്കാണ്. സിനിമ ഏപ്രിലോ മെയ്യോ കടന്നിട്ട് ഇങ്ങനെ ഏപ്രിൽ 10 സെപ്റ്റംബർ 4 ഡേറ്റ് പറഞ്ഞത്. അതെ. ഇപ്പൊ ഒരു പ്ലാൻ ചെയ്യുന്നത് സെപ്റ്റംബർ 4 എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 5 AR മുരുകദാസ് ശിവകാർത്തികേയൻ സിനിമ മദ്രാസി. സെപ്റ്റംബർ 5 പോസ്റ്റർ വന്നിട്ടുണ്ടല്ലോ. സെപ്റ്റംബർ 5 പോസ്റ്റർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5 മൂപ്പര് വിജയുടെ കയ്യിൽ നിന്ന് തുപ്പാക്കി വാങ്ങിയത്. പ്രാവശ്യം സെപ്റ്റംബർ 5 ഡയറക്ടറെ വെച്ചിട്ട് ആ സിനിമ റിലീസ് ചെയ്യണം. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ പ്രോജക്റ്റിന്റെ പോലെ. അതിന്റെ ടീച്ചറും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇപ്പൊ സെപ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വിനായക ചതുർത്ഥി ഒക്കെ വരുന്ന ഒരു മാസം കൂടിയാണ്. അത്യാവശ്യം ഇതുള്ളവർക്ക്. ഇനിയിപ്പോ എനിക്ക് ഇപ്പോ നമ്മളെ
ഈ ഏപ്രിൽ റിലീസുകളായിട്ട് വന്ന സിനിമയിൽ ഒന്ന് വന്ന സണ്ണിഡിയോളുടെ ജാട്ട് എന്ന് പറഞ്ഞു, അതായത് ഗോപിചന്ദ് മല്ലിനെ ഡയറക്ട് ചെയ്ത പടം. അപ്പൊ ആ സിനിമ തിരക്കേടില്ലാത്തൊരു സക്സസ് വന്നപ്പോ തന്നെ ആ കഥയുടെ ഒരു അടുത്ത ഭാഗം, ആ ക്യാരക്ടറിന്റെ ഒരു അടുത്ത ഭാഗം എന്നുള്ള എനിക്ക് ജാട്ട് 2 എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അവര്. അപ്പൊ സണ്ണി ഡിയോട് ഗോപിചന്ദിൽ അത്ര ഇംപ്രസ് ആയിരിക്കണം അയാളെ വർക്കിൽ. അപ്പൊ ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉടനെ ഉണ്ടാവുന്നതാണ്. സണ്ണി ഡിയോള് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ മിക്കവാറും അതായിരിക്കും. നമ്മുടെ റെട്രോ പടത്തിന്റെ സെൻസർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, US സർട്ടിഫിക്കറ്റ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. സിനിമ 2 hours 48 minutes, അത് 3 മണിക്കൂറിനടുത്ത്. അപ്പോ ഒരു കാർത്തിക് സുബ്രാജ് പടത്തിന് വെച്ച് നോക്കുമ്പോൾ അത് നോർമൽ ആയിരുന്നു. പുള്ളിയുടെ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും 2:40 2:50 ഇടയിലുള്ളത്. ഒഴികെ. അതെ അതെ അതെ. പിസയും പിന്നെ മെർക്കുറിയും തോന്നുന്നു. മെർക്കുറിയും പിന്നെ ഇതും പറയാൻ വേണമെങ്കിൽ പിസയും മെർക്കുറി അല്ലാണ്ട് അതിന്റെ ഇടയിൽ ഏതൊരു സിനിമയും കൂടി നീളം കുറവുള്ളത്. ബാക്കി അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഒന്ന് പടവും മഹാനും എല്ലാതും ഒരു 3 hour അടുത്തുള്ള പടങ്ങളാണ്. അപ്പൊ 1-ാം തീയതിയാണ് റിലീസ്. ഈ വരുന്ന 18-ാം തീയതി നാളെ സിനിമയുടെ ഓഡിയോ ട്രെയിലർ റിലീസ് ആവുന്നുണ്ട്. 1-ാം തീയതി ആ സിനിമയ്ക്കുള്ള മെയിൻ ഒരു ഫ്ലാഷ് എന്ന് പറയുന്നത് ഹിറ്റാണ്. ഹിറ്റ് 30 കാര്യം പറയുമ്പോൾ അത് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് നമ്മുടെ DK ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹിറ്റ് യൂണിവേഴ്സിറ്റി DK വരുന്ന കാര്യം പറഞ്ഞിട്ടായിരുന്നു. തേർഡ് പാർട്ടിൽ തന്നെ ഉണ്ടാവും നമുക്ക് അറിയില്ല. ഇനിയിപ്പോ അതിൽ ഗസ്റ്റോൾ അഭിനയിച്ചുകൂടായില്ല. ഇപ്പൊ ഹിറ്റിന്റെ പൊതുവെ ഉള്ളതില് അടുത്ത സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്ന ആള് അവസാനം വരുന്നു എന്നുള്ള തരത്തിൽ. ഇപ്പോ ഹിറ്റ് സെക്കൻഡ് കേസിൽ ആദിശേഷ് നായകനായിട്ടുള്ള സിനിമയിൽ അർജുൻ സർക്കാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ക്ലൈമാക്സിൽ വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഹിറ്റ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ആണ്, ഒരു ക്രൈം ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ പക്ഷേ ഇതുവരെയുള്ള ഹിറ്റ് ഒരു കേസ് തെളിയിക്കുന്നു എന്നുള്ള കാണിക്കുമ്പോൾ ഇത്ര ബ്രൂട്ടൽ ആയിട്ട് ഒരു ക്യാരക്ടർ ഹിറ്റ് സീരീസിൽ വന്നു. അതുപോലെ തന്നെ ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര ഗോറി, ബ്ലഡ്, വയലൻസ് ഒക്കെ ഉള്ള സംഗതിയായിട്ട് ഇതിപ്പോ ഒരു ഇതും വിട്ടിട്ടുണ്ട്. നാനിയുടെ നാച്ചുറൽ സ്റ്റാർ നാനിയുടെ നോർമൽ ഓഡിയൻസ് ഈ സിനിമ വേറൊരു തരത്തിൽ കാണാൻ ശ്രമിക്കണം. കാരണം അത് കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി പിന്നെ എക്സ്പെരിമെന്റ്സ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം തുടക്കത്തിൽ തന്നെ നല്ല സിനിമകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിലും തണ്ടർ ബോൾസും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും റിലീസിൽ നമുക്ക് തണ്ടർ ബോൾസ് തുടങ്ങി മിഷൻ ഇമ്പോസിബിൾ, അതായത് നമ്മള് ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് മെയ് റിലീസ്.